ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടി. ഇഡി അറസ്റ്റ് ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരെ നൽകിയ ഹർജി സുപ്രീം കോടതി അടിയന്തരമായി പരിഗണിക്കില്ല. ഉടൻ വാദം കേൾക്കണമെന്ന കെജ്രിവാളിന്റെ അഭിഭാഷകന്റെ ആവശ്യം ചീഫ് ജസ്റ്റിസ് തള്ളി. അഭിഭാഷകരെ കാണാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്ന ഹർജി റൌസ് അവന്യൂ കോടതിയും തള്ളി. കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് BJP. ആർ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകും. ആർക്കെ, എപ്പോഴായിരിക്കും ഈ ഹൈക്കോടതി ഉത്തരവിനെതിരായ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുക? ഒരു അർജന്റ് ഹിയറിംഗ് ഉണ്ടാവില്ല എന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോഴത് സ്വാഭാവികമായും ലിസ്റ്റ് ചെയ്യപ്പെട്ടു വരണമല്ലോ, സമയമെടുക്കുമോ? തീർച്ചയായിട്ടും അങ്ങനെ വേണം നമുക്ക് ഇപ്പോൾ കരുതാൻ. അഭിഷേക് സിംഗ്വി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന കോടതിയുടെ മുമ്പാകെ വച്ചിരുന്നു. നടന്നിരിക്കുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ പ്രവർത്തികളാണ്, തെറ്റായിട്ടുള്ള രേഖകളാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഹാജരാക്കിയിരിക്കുന്നത്. ആ രേഖകൾ അരവിന്ദ് കെജ്രിവാളിനെ കാണിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണ്. ഡൽഹി ഹൈക്കോടതിയുടെ വിധി അത് ചോദ്യം ചെയ്യുക അടിയന്തരമായ നിയമ താല്പര്യമാണ്. ഈ സാഹചര്യത്തിൽ അത് അടിയന്തരമായിട്ട് പരിഗണിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. പക്ഷെ കോടതി അതിന് അനുവാദം നൽകിയില്ല. നടപടികൾ രജിസ്ട്രി പൂർത്തിയാക്കട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹർജി ഏതെങ്കിലും വിധത്തിൽ അതുമായി ബന്ധപ്പെട്ട കമ്പൈലേഷൻ തയ്യാറാക്കി നൽകുന്നതിൽ കാലതാമസമുണ്ടെങ്കിൽ ഇമെയിൽ വഴി രജിസ്ട്രിക്ക് നൽകാമെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. അതിനെ തുടർന്ന് ഈ അടിയന്തരമായിട്ട് ഹർജി കേൾക്കണം എന്ന, ഇന്ന് തന്നെ ഹർജി കേൾക്കണമെന്ന വിധത്തിൽ ഉന്നയിച്ച ആവശ്യം അത് അംഗീകരിക്കാതെ കോടതി മറ്റ് കേസുകളുടെ നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. റൌസ് അവന്യൂ കോടതിയിൽ എന്താണ് ആർക്കെ സംഭവിച്ചത്? ഇത് എല്ലാ ദിവസവും എന്ന നിലയിൽ അഭിഭാഷകനുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി വേണം എന്ന തരത്തിലായിരുന്നുവല്ലോ അദ്ദേഹത്തിന്റെ ഹർജി. അതിൽ ഒരു സാധാരണ ഒരു വിചാരണ തടവുകാരന് കൊടുക്കുന്ന പരിഗണന മാത്രമേ കെജ്രിവാളിനും കൊടുക്കാനാകൂ എന്ന് കോടതി വിലയിരുത്തിയതായാണല്ലോ റിപ്പോർട്ടുകൾ. തീർച്ചയായിട്ടും ആണ് വിജയൻ. കോടതി ചോദിച്ചത് കെജ്രിവാളിന് പ്രത്യേകമായി ഈ വിധത്തിൽ 5 തവണ ആഴ്ചയിൽ 5 വട്ടം അഭിഭാഷകനെ കാണാൻ അനുവദിക്കാനുള്ള പ്രത്യേക സാഹചര്യം ബോധിപ്പിക്കാനായി കെജ്രിവാളിന് സാധിച്ചിട്ടില്ല. കെജ്രിവാൾ ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിലല്ല അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ഒരു കേസിലെ പ്രതി എന്ന രീതിയിലാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ അല്ല, അരവിന്ദ് കെജ്രിവാളാണ് ജയിലിൽ പാർക്കുന്നത്. അതുകൊണ്ട് സാധാരണ ഉള്ള തടവുകാർക്ക്, വിചാരണ തടവുകാർക്ക് നൽകുന്ന അധികാരാവകാശങ്ങൾ മാത്രമേ ജയിലിൽ അദ്ദേഹത്തിനും ഉണ്ടാവുകയുള്ളൂ. ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള അനുവാദം നൽകാനായി ജയിൽ ചട്ടങ്ങൾ കോടതിയെ പ്രാപ്തമാക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഈ അപേക്ഷ അത് തള്ളുകയാണ് എന്നാണ് കോടതി വ്യക്തമാക്കിയത്. അറസ്റ്റ് ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരെ നൽകിയ ഹർജി അടിയന്തരമായി പരിഗണിക്കില്ല എന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അറിയിച്ചത്. അഭിഭാഷകരെ കാണാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്ന ഹർജി റൌസ് അവന്യൂ കോടതിയും തള്ളി. ഡൽഹിയിൽ BJP പ്രതിഷേധം ശക്തമാക്കുകയാണ്. കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.